أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മക്ക വിജയയാത്രയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു സംഭവം പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒരു സഹാബി തൻ്റെ വിവരമില്ലായ്മ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയെക്കുറിച്ച് മക്കയിലുള്ളവർക്ക് വിവരം നൽകാൻ ശ്രമിച്ചു. എന്നാൽ അള്ളാഹു പ്രവാചകന് ഇതറിയിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പദ്ധതിയെക്കുറിച്ച് അവിശ്വാസികൾക്ക് അറിവ് ലഭിക്കാതെ വരികയും ചെയ്തു. വിശദാംശത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: മദീനയിൽ മക്കയിലേക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ മദീനയിലുണ്ടായിരുന്ന ഒരു ബദരി സഹാബി ഹാത്തിം ഇബ്നു അബി ബൽത്ത, അദ്ദേഹത്തിൻ്റെ പേരതായിരുന്നു, എന്ന ഒരു സഹാബി ഖുറൈശികൾക്ക് ഒരു കത്തെഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നേർക്ക് പുറപ്പെടാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ആ കത്തിൽ അറിയിച്ചു. മദീനയിലെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ഹാത്തിബ് റളിയല്ലാഹു ഈ കത്ത് മുസൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു. കനൂദ് അല്ലെങ്കിൽ സാറ എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ത്രീ ബനു അബ്ദുൽ മുത്തലിബിലെ ഒരാളുടെ അടിമയായിരുന്നു. കത്ത് മക്കയിലെത്തിക്കാൻ ഹാത്തിബ് അവർക്ക് പ്രതിഫലം നിശ്ചയിക്കുകയും കത്ത് രഹസ്യമായി സൂക്ഷിക്കാനും സാധാരണ വഴിയിലൂടെ യാത്ര ചെയ്യാതിരിക്കാനും നിർദ്ദേശിച്ചു. കാരണം അവിടെ കാവലുണ്ടായിരുന്നു. ആ സ്ത്രീ കത്ത് തൻ്റെ തലമുടിയിൽ ഒളിപ്പിച്ച് മുടി പിന്നിക്കെട്ടി പുറപ്പെട്ടു. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നേർക്ക് രാത്രിയെപ്പോലെ ഇരുണ്ട ഒരു സൈന്യവുമായി വരുന്നുണ്ട്. അതായത് വളരെ വലിയ സൈന്യമാണത്. ശക്തിയേറിയ ഒഴുക്കിനെ പോലെ അതിവേഗം അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആണേ സത്യം, തിരുനബി ഒറ്റക്ക് നിങ്ങളുടെ നേർക്ക് പുറപ്പെട്ടാൽ പോലും അള്ളാഹു തീർച്ചയായും നിങ്ങൾക്കെതിരിൽ അദ്ദേഹത്തെ സഹായിക്കും. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വാഗ്ദാനം പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളുക. മറ്റൊരു റിപ്പോർട്ടിൽ നിവേദനത്തിൽ ഇങ്ങനെ കാണാം: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സൈന്യവുമായി നിങ്ങളുടെ നേർക്കോ അല്ലാതെയോ വരുന്നുണ്ട്. എങ്ങോട്ടേക്കാണെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും നിങ്ങൾ എല്ലാവരും പൂർണ്ണമായ മുൻകരുതലുകൾ എടുക്കുക. ഈ വിവരണത്തിലൂടെ നിങ്ങളുടെ മേൽ ഒരു ഉപകാരം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മറ്റൊരു റിവായത്ത് അനുസരിച്ച് അദ്ദേഹം ഈ കത്ത് സഫാൻ ഇബ്നു ഉമ്മയ്യ, സുഹൈൽ ഇബ്നു അംർ, ഇക്രിമ ബിൻ അബൂ ജഹൽ എന്നിവർക്കാണ് എഴുതിയത്. മറ്റൊരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളുടെ ഫലമായി ഈ കത്തിനെക്കുറിച്ച് അള്ളാഹു തിരുനബിക്ക് വിവരം നൽകി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ വിളിച്ചു. അലി തന്നെ ഈ സംഭവം വിവരിക്കുന്നു: റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും അബു മർസദ് ഗനവിയെയും സുബൈറിനെയും അയച്ചു. ഞങ്ങൾ എല്ലാവരും കുതിരപ്പുറത്താണ് യാത്ര ചെയ്തത്. തിരുനബി പറഞ്ഞു: നിങ്ങൾ യാത്ര തിരിക്കുക. നിങ്ങൾ റൗള ഖാഹ് എന്ന സ്ഥലത്ത് എത്തുക. അത് മദീനക്കും മക്കക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്.
അവിടെ ബഹുദൈവാരാധകരിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടാകും. അവരുടെ പക്കൽ ഹാത്തിബിന് അബി ബൽത്തായിൽ നിന്നും ബഹുദൈവാരാധകർക്കുള്ള ഒരു കത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞ അതേ സ്ഥലത്ത് അവളെ കണ്ടെത്തി. അവൾ തൻ്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, കത്ത് പുറത്തെടുക്കൂ. അവൾ പറഞ്ഞു, എൻ്റെ പക്കൽ കത്തൊന്നുമില്ല. ഞങ്ങൾ അവരുടെ ഒട്ടകത്തെ ഇരുത്തി പരിശോധിച്ചു. എന്നാൽ ഒരു കത്തും ഞങ്ങൾ കണ്ടെത്താനായില്ല. ഞങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തെറ്റല്ല, നീ കത്ത് പുറത്തെടുത്തേ മതിയാകൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വിവസ്ത്രയാക്കും, അതായത് ശരീരം പരിശോധിക്കും. അവൾ അവരുടെ കർക്കശം കണ്ടപ്പോൾ അവൾ അരക്കെട്ടിലേക്ക് കുനിഞ്ഞും അവൾ അരക്കെട്ടിൽ ഒരു പുതപ്പ് കെട്ടിയിരുന്നു. അതിൽ നിന്നും കത്ത് പുറത്തെടുത്ത് ഞങ്ങൾക്ക് നൽകി. ബുഖാരിയിലെ മറ്റൊരു നിവേദനത്തിൽ വരുന്നത് അവൾ തൻ്റെ തലമുടിയിൽ നിന്നും ആ കത്ത് പുറത്തെടുത്തു എന്നാണ്. 2 റിപ്പോർട്ടുകളാണുള്ളത്. ഞങ്ങൾ ആ സ്ത്രീയെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ഉമർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ഹാത്തിബ് കത്തെഴുതിയ സഹാബി അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും സത്യവിശ്വാസികളോടും വഞ്ചന കാണിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ വധിക്കാൻ എനിക്ക് അനുവാദം നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബിനോട് ചോദിച്ചു, എന്താണ് നിനക്ക് ഈ ചെയ്ത പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത്? നീ എന്തിനീ കത്തെഴുതി? ഹാത്തിബ് പ്രതികരിച്ചു, അള്ളാഹുവാണ് സത്യം, ഞാൻ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കാത്ത ഒരാളായിരുന്നില്ല. അതായത് ഞാൻ സത്യവിശ്വാസികൾപ്പെട്ടവനാണ്. ഇത് ഒരു തരത്തിലുള്ള വഞ്ചനയുമായിരുന്നില്ല. കഴുത്തെഴുതാനുള്ള കാരണം ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചത് ഖുറൈശികളോട് ഒരു ഉപകാരം ചെയ്യണമെന്നാണ്. അതിലൂടെ അള്ളാഹു എൻ്റെ കുടുംബത്തെയും സ്വത്തുക്കളെയും സംരക്ഷിക്കുമെന്ന് കരുതി. നിങ്ങളുടെ കൂട്ടാളികളിൽ ആരും തന്നെ ഖുറൈശികളുടെ അടുത്ത് കുടുംബമില്ലാത്തവരായില്ലല്ലോ. അതിലൂടെ അള്ളാഹു അവരുടെ കുടുംബങ്ങളെയും സ്വത്തുക്കളെയും സംരക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയരുത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നിരപരാധിത്വത്തിൽ അദ്ദേഹം അത് ചെയ്തു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ചു, ഇദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും പറഞ്ഞു, തീർച്ചയായും അള്ളാഹു ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യുക, നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. അല്ലെങ്കിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഉമറിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അവൻ്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ഈ സംഭവം ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി തൻ്റെ ബന്ധുക്കൾക്ക് മക്കയിൽ മുസ്ലിങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്ന വിവരം രഹസ്യമായി എത്തിക്കാൻ ശ്രമിച്ചു. ഇത് തൻ്റെ ബന്ധുക്കളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് നല്ല പരിഗണന ലഭിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഈ വിവരം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ വെളിപാടിലൂടെ അറിയിച്ചു, ഇൽഹാമിലൂടെ അറിയിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെയും ഏതാനും ചില സഹാബാക്കളെയും അയച്ചു. ഇന്ന സ്ഥലത്തൊരു സ്ത്രീ ഉണ്ടാകും, അവളുടെ അടുത്ത് ചെന്ന് ആ കത്ത് കൊണ്ടുവരിക എന്ന് അവിടുന്ന് പറഞ്ഞു. അവർ അവിടെ എത്തി ആ സ്ത്രീയോട് കത്ത് ചോദിച്ചപ്പോൾ അവൾ വിസമ്മതിച്ചു. ചില സഹാബാക്കളെ പറഞ്ഞു, ഒരു പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റുപറ്റിയതായിരിക്കാം. എന്നാൽ അലി പറഞ്ഞു, ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഒരിക്കലും തെറ്റാകില്ല. ഇതായിരുന്നു അവരുടെ വിശ്വാസം. ആ കത്ത് കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. അവർ ആ സ്ത്രീയോട് കർശനമായി സംസാരിച്ചപ്പോൾ അവൾ ആ കത്ത് പുറത്തെടുത്തു നൽകി. മറ്റൊരിടത്ത് അദ്ദേഹം ഈ സംഭവം കൂടുതൽ വിശദമായി വിവരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നു, ഒരു ദുർബലനായ സഹാബി മക്കക്കാർക്ക് ഒരു കത്തെഴുതി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 സൈന്യവുമായി പുറപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ തിരുനബി മക്കയിലേക്ക് ആയിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. എനിക്ക് മക്കയിൽ ചില പ്രിയപ്പെട്ടവരും ബന്ധുക്കളുമുണ്ട്. ഈ വിഷമഘട്ടത്തിൽ നിങ്ങൾ അവരെ സഹായിക്കുമെന്നും അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ അനുവദിക്കില്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കത്ത് മക്കയിൽ എത്തുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ
അലിയെ വിളിച്ച് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോവുക, അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു, അവിടെ ഒരു സ്ത്രീ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നത് നിനക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവളുടെ അടുത്തൊരു കത്തുണ്ടാകും, അത് അവൾ മക്കക്കാർക്ക് കൊണ്ടുപോകുകയാണ്. നീ ആ കത്ത് ആ സ്ത്രീയിൽ നിന്ന് വാങ്ങുക, ഉടൻ എൻ്റെ അടുത്തേക്ക് വരിക. അവർ പോകാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, നോക്കൂ, അവൾ ഒരു സ്ത്രീയാണ്, അവളോട് കടുപ്പം കാണിക്കരുത്, തുടക്കത്തിൽ കർശനമാവരുത്. നിന്റെ അടുത്ത് കത്തുണ്ടെന്ന് നിർബന്ധപൂർവ്വം പറയുക, സമ്മർദ്ദം ചെലുത്തുക. എന്നാൽ അതിനുശേഷവും അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ആ അപേക്ഷകളും യാചനകളും ഫലം ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെയൊരു സാഹചര്യത്തിൽ നിനക്ക് കർശനമാകാം. അവളെ കൊല്ലേണ്ടി വന്നാൽ പോലും കൊല്ലുക, എന്നാൽ കത്ത് പോകാൻ അനുവദിക്കരുത്. കത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്, അത് തടയണം. അങ്ങനെ അലി അവിടെ എത്തി. ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവൾ കരയാൻ തുടങ്ങി. താൻ ഒരു രാജ്യദ്രോഹിയോ വഞ്ചകിയോ ആണ് എന്ന് ചോദിച്ച് സത്യം ചെയ്തു. നിങ്ങൾ പരിശോധിച്ചോളൂ എന്ന് അവൾ പറഞ്ഞു. അവർ അങ്ങുമിങ്ങും നോക്കി, അവളുടെ പോക്കറ്റിൽ തപ്പി സാധനങ്ങൾ പരിശോധിച്ചു, എന്നാൽ കത്ത് കണ്ടില്ല. സഹാബികൾ പറഞ്ഞു, കത്ത് അവളുടെ അടുത്ത് ഇല്ലെന്ന് തോന്നുന്നു. അലീന് ആവേശം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക. അദ്ദേഹം വളരെ വികാരാധീനനായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, റസൂൽ ഒരിക്കലും കള്ളം പറയില്ല. അങ്ങനെ അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ അടുത്ത് കത്തുണ്ടെന്ന്. അള്ളാഹുവാണേ സത്യം, ഞാൻ കളവല്ല പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വാളൂരി പിടിച്ചു പറഞ്ഞു, നേരെ കത്ത് പുറത്തെടുക്കുക, അല്ലെങ്കിൽ ഓർമ്മിക്കുക, നിന്നെ വിവസ്ത്രയാക്കി പരിശോധിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അതുപോലും ചെയ്യുന്നതാണ്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞിരിക്കുന്നു, നീയാണ് കള്ളം പറയുന്നത്. അങ്ങനെ അവൾ പേടിച്ചു. അവളെ വിവസ്ത്രയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ ഉടൻ തന്നെ തൻ്റെ പിന്നിക്കെട്ടിയ മുടി അയച്ച് ആ മുടിക്കുള്ളിൽ അവൾ കത്ത് ഒളിപ്പിച്ചിരുന്നു. അത് അവൾ പുറത്തെടുത്ത് നൽകി. തലമുടിയിൽ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു അത്. ഏതായിരുന്നാലും അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും പുറപ്പെട്ടതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് ഹദ്റത്ത് അബു റഹം കുൽസൂം ബിൻ ഉസൈനുൽ ഗഫാരിയെ മദീനയിൽ തൻ്റെ പ്രതിനിധിയായി നിയമിച്ചു. ഇബ്നു ഇസാഖിൻ്റെ അഭിപ്രായം അനുസരിച്ച് റമദാനിലെ 10 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അവിടുന്ന് മുഹാജിറുകൾ, അൻസാറുകൾ, അറബ് ഗോത്രക്കാർ എന്നിവരോടൊപ്പം പുറപ്പെട്ടത്. എന്നാൽ മുസ്നദ് അഹമ്മദ് ബിൻ അംബലിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവിടുന്ന് റമദാൻ 2-നാണ് മദീനയിൽ നിന്ന് പുറപ്പെട്ടത് എന്ന് കാണുന്നു. ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഇബ്നു ഹജർ റമദാൻ 2-നുള്ള റിപ്പോർട്ടിനെയാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ യാത്രയിൽ ചിലർ കുതിരപ്പുറത്തും ചിലർ ഒട്ടകപ്പുറത്തുമായിരുന്നു യാത്ര ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്നും സൈന്യം പുറപ്പെട്ടപ്പോൾ ഏകദേശം 7400 ധീരരായ പോരാളികൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. ബനു അസദ്, സുലൈം തുടങ്ങിയ വിവിധ ഗോത്രങ്ങൾ ചേർന്നതോടെ ഈ എണ്ണം വർദ്ധിച്ചു. മക്കയിലേക്കുള്ള വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഇത് 10,000 വരെയായി. അവിടുന്ന് സുൽസുൽ എന്ന സ്ഥലത്തെത്തി. അത് ദുൽഹുലൈഫയിൽ നിന്നും മുകളിലേക്ക് ബൈദായുടെ അടുത്ത് ഒരു മലയായിരുന്നു. അവിടെ ഹദ്റത്ത് സുബൈർ ബിനുൽ അവ്വാമിനെ 200 കുതിരപ്പടയാളികളോടൊപ്പം മുന്നോട്ടയച്ചു. ചില ഗ്രന്ഥങ്ങളിൽ ഈ സൈന്യത്തിൻ്റെ എണ്ണം 12,000 എന്നും പറയുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം റിപ്പോർട്ടുകളും 10,000 എന്നാണ് പറയുന്നത്. അതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. ഹദ്റത്ത് മുസ്ലിം മൗദ് ഈ സംഭവം ഈ രീതിയിലാണ് വിവരിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഗോത്രങ്ങളിലേക്ക് 4 പാടും ദൂതന്മാരെ അയച്ചു. മുസ്ലിം ഗോത്രങ്ങൾ തയ്യാറാണെന്നും മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ വഴിയിൽ കൂടെ ചേരുമെന്നും വിവരം ലഭിച്ചപ്പോൾ അവിടുന്ന് മദീനയിലെ ആളുകളോട് ആയുധമണിയാൻ കൽപ്പിച്ചു. ക്രിസ്താബ്ദം 630 ജനുവരി 1, അതായത് ഹിജ്റ 8-ാം വർഷം റമദാൻ 10-ന് ഈ സൈന്യം മദീനയിൽ നിന്നും യാത്ര തിരിച്ചു. വഴിയിൽ 4 പാട് നിന്നും മുസ്ലിം ഗോത്രങ്ങൾ വന്ന് സൈന്യത്തിൽ ചേർന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് റമദാൻ 10 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാനും ദിവസത്തെ യാത്രയ്ക്ക് ശേഷം സൈന്യം ഫാറാൻ വനത്തിൽ പ്രവേശിച്ചപ്പോൾ സുലൈമാൻ നബിയുടെ പ്രവചനം അനുസരിച്ച് അതിൻ്റെ എണ്ണം 10,000-ൽ എത്തിയിരുന്നു. ഈ യാത്രയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ പത്നിമാരിൽ ഹദ്റത്ത് ഉമ്മ സലമ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ഹദ്റത്ത് മൈമൂനയും കൂടെ ഉണ്ടായിരുന്നു. ബുഖാരിയിലെ ഒരു നിവേദനത്തിൽ അവിടുത്തെ മകൾ ഹദ്റത്ത് ഫാത്തിമയും കൂടെ ഉണ്ടായിരുന്നതായി പരാമർശിക്കുന്നുണ്ട്. ഈ യാത്ര റമദാൻ മാസത്തിലായിരുന്നു. ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തതായി റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നു, ഹദീസുകളിൽ നിന്നും മനസ്സിലാകുന്നു. എന്നാൽ പിന്നീട് അവിടുന്ന് നോമ്പെടുത്തില്ല, മറിച്ച് മറ്റു സഹാബിമാരെ നോമ്പെടുക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. ബുഖാരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ മക്ക വിജയത്തിന് പുറപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരുന്നു. ഖുദൈദിനും അസ്ഫാനിനും ഇടയിലുള്ള ഒരു നിരുറവയായ ഖദീദിൽ എത്തുന്നത് വരെ, അത് മക്കയിൽ നിന്നും ഏകദേശം 42 മൈൽ അകലെയാണ്. അവിടെ വെച്ച് തിരുനബി നോമ്പ് മുറിച്ചു. പിന്നീട് ആ മാസം കഴിയുന്നത് വരെ അവിടെ നിന്ന് നോമ്പെടുത്തില്ല. ബുഖാരിയിൽ ആണ് ഈ നിവേദനം ഉള്ളത്. ബുഖാരിയിലെ മറ്റൊരു നിവേദനം ഇബ്നു അബ്ബാസിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ മദീനയിൽ നിന്നും പുറപ്പെട്ടു. അവിടത്തോടൊപ്പം 10,000 സൈന്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് അവിടുന്ന് മദീനയിൽ വന്നതിന് ശേഷം 8.5 വർഷം കഴിഞ്ഞാണ് സംഭവിച്ചത്. തിരുനബി മക്കയിലേക്ക് പുറപ്പെട്ടു. തിരുനബിയും തിരുനബിയുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും നോമ്പെടുത്തിരുന്നു. ഖദീദ് എന്ന സ്ഥലത്ത് എത്തുന്നത് വരെ അസ്ഫാനിനും ഖുദൈദിനും ഇടയിലുള്ള ഒരു നീരുറവയാണ് അത്. അവിടെ എത്തിയപ്പോൾ തിരുനബി നോമ്പ് മുറിച്ചു, ജനങ്ങളും നോമ്പ് മുറിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഇബ്നു ഹജർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ട അതേ ദിവസം തന്നെ നോമ്പ് മുറിച്ചു എന്ന ധാരണ ശരിയല്ല. കാരണം മദീനക്കും ഖദീദിനും ഇടയിൽ ദിവസങ്ങൾ നീണ്ട യാത്രയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വെച്ചാണ് സഹാബാമാരോടൊപ്പം നോമ്പ് മുറിച്ചത് എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഐനി എഴുതുന്നു, ഇതിന് കൂടുതൽ വിശദീകരണങ്ങളാണ് നൽകുന്നത്. ചിലർ പറയുന്നത് ഖദീദിൽ വെച്ചാണ് നോമ്പ് മുറിച്ചത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയിൽ എവിടെ വെച്ചാണ് നോമ്പ് മുറിച്ചത് എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടുകളിൽ ഭിന്നാഭിപ്രായമുണ്ട്. അല്ലാമ ഐനിയുടെ അഭിപ്രായത്തിൽ ചിലർ ഖദീദിന് പകരം അസ്ഫാൻ എന്ന് പറയപ്പെടുത്തിയിട്ടുണ്ട്, ചിലർ ഖുദാൽ ഗമീം എന്ന് പരാമർശിച്ചിരിക്കുന്നു, ചിലർ ഖുദൈദ് എന്ന് എഴുതിയിരിക്കുന്നു. ഖാദി ഇയാസ് ഈ വിഷയത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ച സ്ഥലത്തെക്കുറിച്ച് നിവേദനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ എല്ലാ നിവേദനങ്ങളിലും ഒരേ സംഭവമാണ് വിവരിക്കുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം പരസ്പരം അടുത്താണ്. ഇവയെല്ലാം അസ്ഫാൻ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടപ്പോൾ വഴിയിൽ ഒരു പട്ടിയെ കണ്ടു. അതിൻ്റെ കുഞ്ഞുങ്ങൾ പാൽ കുടിക്കുകയായിരുന്നു. ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൃഗങ്ങളോടുള്ള ദയയും കൂടിയാണ് ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഹൈൽ ഇബ്നു സുറാഖയോട് അതിൻ്റെ മുന്നിൽ നിൽക്കാൻ കൽപ്പിച്ചു, അത് ഇരിക്കുന്നിടത്ത് നിൽക്കാൻ. അങ്ങനെ സൈന്യത്തിൽ ആരും അതിനെയോ അതിൻ്റെ കുഞ്ഞുങ്ങളെയോ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് അദ്ദേഹത്തെ അവിടെ നിർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരന്മാരെ പിടികൂടാനും മുസ്ലിം സൈന്യത്തിൻ്റെ മുന്നിൽ കുതിരപ്പടയാളികളുടെ ഒരു സംഘത്തെയും അയച്ചിരുന്നു. ബനു ഖുസാ ഗോത്രക്കാരും വഴിയിലൂടെ ആരെയും പോകാൻ അനുവദിച്ചിരുന്നില്ല. മറ്റൊരു ഗോത്രവും അവരെ തടഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സംഘം ഹബാസിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ചാരനെ പിടികൂടി കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഹബാസിൻ ഗോത്രക്കാർ നിങ്ങൾക്കായി ഒരുങ്ങുകയാണ്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ഞങ്ങൾക്ക് മതി, അവൻ ഏറ്റവും നല്ല സഹായിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചാരൻ മുന്നോട്ട് പോയി ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കാൻ ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിനോട് ആ ചരനെ തടഞ്ഞു വെക്കാൻ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദൈദിലെത്തിയപ്പോൾ 1000 പേരടങ്ങുന്ന ബനു സുലൈം ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്നു. ഇവിടെ തിരുനബി പതാകകളും കൊടികളും തയ്യാറാക്കുകയും അവ ഗോത്രങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. ഖുദൈദിൽ മൈതാനത്ത് നബിയുടെ സൈന്യം വിവിധ ഗോത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുങ്ങി. ഓരോ ഗോത്രത്തിൻ്റെയും സൈന്യത്തിന്
അതേ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ നേതാവായി നിയമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ അവരുടെ ഗോത്ര കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ 12 വിഭാഗങ്ങളായി വിഭജിച്ചു. 6 വിഭാഗം ഔസ് ഗോത്രത്തിൽ നിന്നും 6 വിഭാഗം ഖസറജ് ഗോത്രത്തിൽ നിന്നും. മുഹാജിരീങ്ങൾക്ക് 3 പതാകകൾ ഉണ്ടായിരുന്നു. അവ ഹസ്രത്ത് അലി ബിൻ അബി താലിബ്, ഹസ്രത്ത് സുബൈർ ബിൻ അവ്വാം, ഹസ്രത്ത് സഅദ് ബിൻ അബി വക്കാസ് എന്നിവരുടെ കൈവശമായിരുന്നു. ഈ സൈനിക നീക്കത്തിനിടെ അബൂ സുഫ്യാൻ ബിൻ ഹാരിസും, ഇദ്ദേഹം അബൂ സുഫ്യാൻ ബിൻ ഹർബ് അല്ല, മറ്റൊരു അബൂ സുഫിയാനാണ്, അബ്ദുല്ലാ ബിൻ അബു ഉമയ്യയും ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദര പുത്രനും മുലകുടി ബന്ധത്തിലുള്ള സഹോദരനുമായ അബൂ സുഫിയാൻ ബിൻ ഹാരിസ് തൻ്റെ മകൻ ജാഫറിനോടും അബ്ദുല്ലാ ബിൻ അബി ഉമയ്യ ബിൻ മുഗറയോടും കൂടി മക്കയിൽ നിന്ന് പുറപ്പെട്ടു. മക്കക്കും മദീനക്കും ഇടയിലുള്ള സനിയത്തുൽ ഉഖാബ് എന്ന സ്ഥലത്ത് വെച്ച് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. ഈ 2 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടുത്ത ശത്രുക്കളായിരുന്നതുകൊണ്ട് നേരിട്ട് തിരുനബിയുടെ സന്നിധിയിൽ ഹാജരാക്കാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഉമ്മു സലമ അബ്ദുല്ലാ ബിൻ അബി ഉമയ്യയുടെ സഹോദരിയായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അപേക്ഷിച്ചു, അങ്ങയുടെ പിതൃ സഹോദര പുത്രൻ അബൂ സുഫിയാൻ ബിൻ ഹാരിസും അങ്ങയുടെ പിതൃ സഹോദരിയുടെ മകനും അബ്ദുല്ലാ ബിൻ അബി ഉബയ്യ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, എനിക്കവരെ കാണേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പിതൃ സഹോദര പുത്രൻ എന്നെ അപമാനിച്ച വ്യക്തിയാണ്. അയാൾ കവിയായിരുന്നു, എന്നെ ആക്ഷേപിച്ച് കവിതകൾ ചൊല്ലുമായിരുന്നു. അബ്ദുള്ളയാണെങ്കിൽ മക്കയിൽ എനിക്കെതിരെ എന്തെല്ലാമാണ് ചെയ്യാത്തത്. അവർ ശത്രുതയുടെ ഉന്നതിയിലായിരുന്നു, ഞാൻ എങ്ങനെ അവരെ കാണും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രതികരണം അബൂ സുഫിയാൻ ഇബ്നു ഹാരിസിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം വികാരാധീനനായിക്കൊണ്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സന്തുഷ്ടനാകുന്നില്ലെങ്കിൽ, എന്നെ കാണാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ കുട്ടിയെയും കൂട്ടി, അദ്ദേഹം കൂടെ കൊണ്ടുവരുന്ന മകനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മരുഭൂമിയിലേക്ക് പോകും, വിശപ്പും ദാഹവും കൊണ്ട് മരിക്കുന്നത് വരെ അവിടെ കഴിയും. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തിയപ്പോൾ തിരുനബി അവരെ 2 പേരെയും വിളിപ്പിച്ചു. അവർക്ക് ദർശന സുഹൃതം നൽകി. ഉടൻ തന്നെ അവിടുത്തെ ഹൃദയം മൃദുലമായി. ഇരുവരും ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് അവരുടെ ഇസ്ലാം വളരെ മികച്ചതായി തീരുകയും ചെയ്തു. അബൂ സുഫിയാൻ ഇബ്നു ഹാരിസിന്റെ വിവരണം ഇതാണ്. ഞാൻ മുമ്പും സൂചിപ്പിച്ചതുപോലെ ഇതേ മറ്റൊരു അബൂ സുഫിയാനാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അബൂ സുഫിയാൻ എന്ന പേരിൽ 2 വ്യക്തികൾ കൂടുതൽ അറിയപ്പെടുന്നുണ്ട്. ഒരാൾ മക്കയിലെ ഖുറൈശികളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ ബിൻ ഹർബ്, ഹദ്റത്ത് ഹംസ റളിയല്ലാഹു അൻഹുയുടെ കരൾ ചവച്ച ഹിന്ദിന്റെ ഭർത്താവായിരുന്നു അദ്ദേഹം. രണ്ടാമത്തെയാൾ അബൂ സുഫിയാൻ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നാണ്. ആദ്യത്തേത് അബൂ സുഫിയാൻ ബിൻ ഹർബ്. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരപുത്രനായിരുന്നു. പേരുകളുടെ സാമ്യം കാരണം ചരിത്രകാരന്മാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുകയും അബൂ സുഫിയാൻ ബിൻ ഹാരിസിന് പകരം അബൂ സുഫിയാൻ ബിൻ ഹർബിനെ രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടായപ്പോൾ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോവർ കൈതയുടെ കടിഞ്ഞാൻ പിടിച്ചു അവിടത്തോടൊപ്പം നിന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോവർ കൈതയുടെ കടിഞ്ഞാണോ കയറോ പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂ സുഫിയാൻ നിന്നിരുന്നു. ചില ചരിത്രകാരന്മാർ ഇവിടെ അബൂ സുഫിയാൻ ബിൻ ഹർബ് ആണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അതേ ചരിത്രകാരന്മാർ തന്നെ പറയുന്നു അത് അബൂ സുഫിയാൻ ബിൻ ഹർബ് ആയിരുന്നില്ല, മറിച്ച് അബൂ സുഫിയാൻ ബിൻ ഹാരിസ് ആയിരുന്നു എന്നാണ്. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ കൂടിയായിരുന്നു. കാരണം ഹലീമ സഅദിയ ഇദ്ദേഹത്തിന് മുലപ്പാൽ നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം കടുത്ത എതിരാളിയും വിരോധിയുമായി മാറി. അദ്ദേഹം മക്കയിലെ വലിയ കവികളിൽ ഒരാളായി ഗണിക്കപ്പെട്ടിരുന്നു. ഈ എതിർപ്പ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപകീർത്തിപ്പെടുത്താനുള്ള ധാരാളം ആക്ഷേപഹാസ്യ കവിതകൾ അദ്ദേഹം രചിച്ചു. ഹദ്റത്ത് ഹസ്സാൻ ബിൻ സാബിത്ത് അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യങ്ങൾക്ക് മറുപടി നൽകുമായിരുന്നു. അബൂ സുഫിയാനെ ഈ വിവരം അറിയിക്കുക എന്ന് വരുന്നിടത്തെല്ലാം സാധാരണയായി അബൂ സുഫിയാൻ ബിൻ ഹാരിസിനെയാണ് ഉദ്ദേശിച്ചിരുന്നത്. താരിഖുൽ ഖമീസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി പറഞ്ഞു, തല്ലാഹി ലഖദ് ആസറക്കല്ലാഹു അലൈന,
വൈൻ കുന്നാല ഖാത്തീൻ. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറ യൂസുഫിലെ 92 ആയത്താണ്. ലഖദ് ആസറക്കല്ലാഹു അലൈന വൈൻ കുന്നാല ഖാത്തീൻ. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നു, ഞങ്ങൾ തീർച്ചയായും തെറ്റുകാരായിരിക്കുന്നു. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രഖ്യാപിച്ചു: ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇന്ന് നിങ്ങൾക്ക് യാതൊരു ആക്ഷേപവുമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അവൻ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ്. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് അലി ആയിരുന്നു അബൂ സുഫിയാനോട് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി മാപ്പ് ചോദിക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഹാജരായപ്പോൾ ലജ്ജയും വിനയവും കാരണം അബൂ സുഫിയാൻ തല ഉയർത്തിയില്ലെന്നും റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ച കവിതകൾ എഴുതിയിരുന്ന അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവിടത്തോടുള്ള സ്നേഹവും ഭക്തിയും നിറഞ്ഞ കവിതകളാണ് രചിച്ചത്. ഇസ്ലാം ആശ്ലേഷിച്ച ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഖസീദ എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രൂപസാദൃശ്യമുള്ള ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സ്വർഗം വാഗ്ദാനം ചെയ്തു. മികച്ച സാബിമാരുടെ കൂട്ടത്തിൽ അദ്ദേഹം എണ്ണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷിച്ചതിനു ശേഷമുള്ള ജീവിതം വളരെ ശ്രേഷ്ഠമായിരുന്നു. വഫാത്തിന് 3 ദിവസം മുമ്പ് അദ്ദേഹം തന്റെ ഖബർ സ്വയം കുഴിച്ചു. വഫാത്തിന്റെ സമയമെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു: എന്നെ ചൊല്ലി കരയരുത്, കാരണം ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എന്നെ ഒരു പാപം കൊണ്ടും കളങ്കപ്പെടുത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൽ അദ്ദേഹം ഹൃദയസ്പർശിയായ ഒരു വിലാപ കാവ്യം രചിച്ച് തന്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ചു. അതിലെ ഏതാനും വരികളുടെ പരിഭാഷ താഴെ നൽകുന്നു: എൻ്റെ രാത്രി അവസാനിക്കാത്തത് കൊണ്ട് ഞാൻ വളരെ അസ്വസ്ഥനാണ്. ദുരിതത്തിലായ ഒരാളുടെ രാത്രി നീണ്ടതായിരിക്കും. കരച്ചിൽ എനിക്ക് ആശ്വാസം നൽകി. മുസ്ലിങ്ങൾക്ക് നേരിട്ട ദുരിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കരച്ചിൽ ഒന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ സന്ധ്യയിൽ ഞങ്ങളുടെ ദുരിതം കൂടുതൽ വലുതായി. ഈ ദുരന്തം കാരണം ഞങ്ങളുടെ ഭൂമി ഞങ്ങളോടൊപ്പം അടിമേൽ മറിയാൻ സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹം എഴുതുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കാരണം ദിവ്യ വെളിപാട് നിലച്ചു. ജിബ്രീൽ രാവിലെയും വൈകുന്നേരം കൊണ്ടുവരുന്ന ഖുർആൻ അവതരിക്കുന്നത് നിന്നു. ഹദ്രത്ത് ഫാത്തിമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വരിയിൽ അദ്ദേഹം പറയുന്നു: ഫാത്തിമ, ഈ സന്ദർഭത്തിൽ നീ കരയുകയാണെങ്കിൽ നിന്റെ കരച്ചിൽ ന്യായമാണ്. കരയുന്നില്ലെങ്കിൽ അതാണ് ശരിയായ മാർഗം. അതിനാൽ നീ ക്ഷമയിൽ അഭയം തേടുക, കാരണം അതിൽ അള്ളാഹുവിൽ നിന്നും മഹത്തായ പ്രതിഫലമുണ്ട്. നിന്റെ പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ വർണ്ണിക്കുക, പ്രശംസിച്ചുകൊണ്ടേയിരിക്കുക. കാരണം അവിടുത്തെ എത്ര പ്രശംസിച്ചാലും അത് അവിടുത്തെ മഹത്വത്തെ പൂർണ്ണമായി വിവരിക്കാൻ കഴിയില്ല. ഈ ഖസീദയിൽ അദ്ദേഹം പറയുന്നു, അറബി ഇപ്രകാരമാണ്: ഫഖബറു അബീക്കി സയ്യിദു കുല്ലി ഖദീർ വഫിഹി സയ്യിദുൻ നാസി റസൂൽ. ഓ ഫാത്തിമ, നിന്റെ പിതാവിൻ്റെ ഖബർ എല്ലാ ഖബറുകളുടെയും നായകനാണ്, കാരണം അതിൽ മനുഷ്യരുടെ എല്ലാം നായകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കിയിരിക്കുന്നു. അത് അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 15-ലോ 20-ലോ ആണ് വഫാത്തായത്. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യ ഒരു ലഘു പരിചയം. അദ്ദേഹത്തിന്റെ പേര് ഹുദൈഫ എന്നും അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരി ആത്തിക്കയുടെ മകനായിരുന്നു. ഈ ബന്ധത്തിൽ തിരുനബിയുടെ പിതൃ സഹോദരി പുത്രനുമായിരുന്നു. കൂടാതെ ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഉമ്മു സലമയുടെ സഹോദരനുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ചപ്പോൾ ഈ വ്യക്തി തിരുനബിയുടെ കടുത്ത എതിരാളിയായി മാറുകയും എതിർക്കുന്നവരിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പരാമർശിക്കപ്പെടുന്നുണ്ട്: വഖാലു ലൻ നുമിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഗ. അവർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്നും ഒരു ഉറവ ഒഴുക്കിത്തരുന്നത് വരെ
ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയേ ഇല്ല. ഈ വാക്കുകൾ പറഞ്ഞത് അബ്ദുല്ലാ ഇബ്നു അബി ഉമയ്യയാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഹുനൈൻ യുദ്ധത്തിൽ അതീവ ധീരതയോടെ പങ്കെടുത്തു. തായിഫ് യുദ്ധത്തിൽ ഒരു അമ്പ് തട്ടി അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു ഷഹീദായി. ഈ സംഘത്തിൽ ഹസ്രത്ത് അബ്ബാസ് സൈന്യത്തിൽ ചേർന്നതിനെക്കുറിച്ചും എഴുതിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ ഹസ്രത്ത് അബ്ബാസ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ജൂഫയിൽ വെച്ച് ഹസ്രത്ത് അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ജൂഫ മക്കയിൽ നിന്നും ഏകദേശം 76 മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹസ്രത്ത് അബ്ബാസ് തൻ്റെ സാധനങ്ങൾ മദീനയിലേക്ക് അയച്ചു. എന്നിട്ട് നബിയോടൊപ്പം മക്കയിലേക്ക് തിരിച്ചു യാത്ര തുടങ്ങി. ഹസ്രത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ഒരു ലഘുപരിചയം. ഹസ്രത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 2-3 വയസ്സ് കൂടുതലായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ മകൻ ഫദ്ൽ ബിൻ അബ്ബാസിന്റെ പേരിൽ അബുൽ ഫദ്ൽ എന്ന ഓമന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അബൂ താലിബിന് ശേഷം സിഖായ, ഹാജിമാർക്ക് വെള്ളം നൽകൽ എന്ന ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അഖബയിൽ വെച്ച് അൻസാറുകൾ ബയ്യത്ത് ചെയ്തപ്പോൾ ഹസ്രത്ത് അബ്ബാസ് നബിയോടൊപ്പം ഉണ്ടായിരുന്നു. ഹുനൈൻ യുദ്ധത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഉറച്ചു നിന്നു. ഹിജ്റ 32-ലോ 33-ലോ ആണ് അദ്ദേഹം വഫാത്തായത്. ഹസ്രത്ത് അബ്ബാസ് ഇസ്ലാം സ്വീകരിച്ചതിനെ കുറിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. ചിലർ പറയുന്നത് അദ്ദേഹം ഹിജ്റയ്ക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. ചിലർ ബദ്ർ യുദ്ധത്തിന് മുമ്പ്, ചിലർ ഖൈബർ യുദ്ധത്തിന് അടുത്ത്, മറ്റു ചിലർ മക്ക വിജയത്തിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നു. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിന്റെ ഗവേഷണ പ്രകാരം അക്കബയിൽ വെച്ച് നടന്ന 2ാം ബയ്യത്ത് വരെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അക്കബയുടെ 2ാം ബയ്യത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിതൃ സഹോദരൻ അബ്ബാസിനെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം മുശ്രിക്കായിരുന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. ഏറ്റവും പ്രാധാന്യപ്പെട്ടത് ഹദ്രത്ത് അബ്ബാസ് ബദർ യുദ്ധത്തിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും സാധ്യതയുള്ളത്. എന്നിരുന്നാലും മക്കയിൽ വെച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നും, എന്നാൽ മക്കയിലെയും മക്കക്കാരുടെയും വാർത്തകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുന്നതിനായി അദ്ദേഹം ഇസ്ലാം പരസ്യമാക്കിയിരുന്നില്ലെന്നും എല്ലാ ചരിത്രകാരന്മാരും ജീവചരിത്രകാരന്മാരും സമ്മതിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകളിൽ കാണാം, മക്കയിൽ താമസിക്കുന്നത് കൂടുതൽ പ്രയോജനപ്രദമാണ് എന്ന്. മക്ക വിജയവുമായി ബന്ധപ്പെട്ട് ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഹസ്രത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തൻ്റെ സ്വപ്നം വിവരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു സ്വപ്നം കാണിക്കപ്പെട്ടു. സ്വപ്നത്തിൽ ഞാൻ തിരുനബിയെ കണ്ടു. നാം മക്കയുടെ അടുത്തെത്തിയിരിക്കുന്നു. ഒരു പട്ടി ഞങ്ങളുടെ നേർക്ക് കുരച്ചുകൊണ്ട് വന്നു. നാം അടുത്തെത്തിയപ്പോൾ അത് മലർന്നു കിടക്കുകയും അതിൽ നിന്ന് പാൽ ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, ആ മക്കക്കാരുടെ ദോഷം നീങ്ങിപ്പോയി, ഉപകാരം അടുത്തു വന്നിരിക്കുന്നു. അവിടുന്ന് സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു, അവർ നിങ്ങളുടെ ബന്ധുത്വത്തിൻ്റെ പേരിലും നിങ്ങളുടെ സംരക്ഷണം തേടി വരും. നിങ്ങളിൽ ചിലരെ നിങ്ങൾ കണ്ടുമുട്ടുകയും ചെയ്യും. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ അബൂ സുഫിയാനെ കണ്ടുമുട്ടിയാൽ അവരെ കൊല്ലരുത്. ഇത് മറ്റേ അബൂ സുഫിയാനാണ്. ഏതായാലും അവിടുത്തെ സൈന്യത്തിൻ്റെ യാത്ര തുടർന്നു. അവിടുന്ന് മർറൂസ് ദഹ്റാൻ എന്ന സ്ഥലത്തെത്തി താവളമടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മികച്ച സൈനിക തന്ത്രങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഫലമായി ഒരു വലിയ അത്ഭുതം സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദീനയിൽ നിന്നും പുറപ്പെട്ട 10,000 വരുന്ന സൈന്യം ഏകദേശം 400 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മക്കയിൽ നിന്ന് കേവലം 5 മൈൽ അകലെ താവളമടിച്ചിട്ടും മക്കക്കാർക്ക് ഒരു വിവരവും ലഭിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാര സമയത്ത് മർറുസ് ദഹ്റാനിൽ താവളമടിച്ചു. ഇത് മക്കയ്ക്കും അസ്ഫാനിനും ഇടയിൽ മക്കയിൽ നിന്നും 5 മൈൽ അകലെയുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് തൻ്റെ സഹാബാക്കളോട് കൽപ്പിച്ചതനുസരിച്ച് അവർ 10,000 തീ കൊളുത്തുകയുണ്ടായി. അവിടുത്തെ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സൈന്യത്തിൻ്റെ മേൽനോട്ടത്തിനായി നിയമിച്ചു. ഹദ്റത്ത് മുസ്ലിം മൗദ് ഇസ്ലാമിക സൈന്യം മക്കയിൽ എങ്ങനെ ഒരു വിവരവും ചോരാതെ എത്തിച്ചേർന്നുവെന്ന്
വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അസാബ് യുദ്ധത്തിന്റെ ചരിത്രമൊഴിച്ചാൽ ഇത്രയും വലിയൊരു സൈന്യം അറബ് ചരിത്രത്തിൽ ഒരുങ്ങിയിട്ടില്ല. അസാബിൽ 10-12,000 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് അറബ് ചരിത്രത്തിൽ ഏറ്റവും വലിയ സൈന്യത്തിന് ഇത് രണ്ടാമത്തെ ഉദാഹരണമായിരുന്നു. അത് മുസ്ലിങ്ങളുടേതായിരുന്നു. എന്നാൽ മദീനയിൽ നിന്നും ഇത്രയും വലിയൊരു സൈന്യം പുറപ്പെട്ടിട്ടും ആരും അതറിഞ്ഞില്ല. അള്ളാഹു ഇതിലൂടെ അത്ഭുതകരമായി കാണിക്കാൻ ആഗ്രഹിച്ചത് ഇതാണ്: എൻ്റെ കാഹളം ഞാൻ മുഴക്കുന്നു, അവരുടെ കാഹളം ഞാൻ ഇതാ തകർക്കുകയും ചെയ്യുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നീ മക്കക്കാരുടെ കാതുകൾ ഭദ്രമാക്കുകയും അവരുടെ ചാരന്മാരെ അന്ധരാക്കുകയും ചെയ്യണമേ. അവർ ഞങ്ങളെ കാണരുത്, ഞങ്ങളുടെ യാതൊരു വിവരവും അവരുടെ കാതുകളിൽ എത്തരുത്. മദീനയിൽ 100 കണക്കിന് കപടവിശ്വാസികൾ ഉണ്ടായിരുന്നിട്ടും 10,000 പേരടങ്ങുന്ന സൈന്യം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഒരു വിവരവും മക്കയിൽ എത്തിയില്ല. അവിടെ 7,000 പേർ മാത്രമായിരുന്നെങ്കിലും വലിയൊരു സംഘമായിരുന്നു. അതും വഴിയിൽ കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ടിരുന്നു. എന്നാൽ മദീനയിലെ കപടവിശ്വാസികൾക്ക് ഒരു വിവരവും എത്തിക്കാൻ കഴിഞ്ഞില്ല. വിവരിച്ചതുപോലെ ഖുറൈശികൾക്കോ മക്കക്കാർക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയെക്കുറിച്ചോ മക്കയുടെ അടുത്ത് എത്തിയതിനെക്കുറിച്ചോ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. തിരുനബി അവരെ ആക്രമിക്കുമെന്ന് അവർ ഭയന്നിരുന്നു. എന്നാൽ മുസ്ലിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ മക്കക്കാർ അല്പം ജാഗരൂകരായിരുന്നു. രാത്രിയിൽ ചുറ്റുപാടുകൾ നിരീക്ഷിക്കാൻ അവർ പെട്രോളിംഗ് നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രി അബൂ സുഫിയാൻ മക്കയിലെ 2 പ്രമുഖരായ ഹക്കീം ബിൻ ഹിസാം, ബുദൈൽ ബിൻ വർക്ക എന്നിവരുമായി പെട്രോളിംഗ് നടത്തുകയായിരുന്നു. അവർ സൈന്യത്തിന്റെ കൂടാരങ്ങളും തീയും കണ്ടും അത് അറഫാത്തിലെ തീ പോലെയായിരുന്നു. അപ്പോൾ അവർ പരസ്പരം കണക്ക് കൂട്ടി പറയാൻ തുടങ്ങി, ഇത് ബനു കാബ് ഖുസാ ആയിരിക്കും. സമീപകാലത്ത് യുദ്ധം അവരെ പ്രകോപിച്ചിട്ടുണ്ടാകും. പിന്നെ അവർ തന്നെ പറഞ്ഞു, അവരുടെ എണ്ണം ഇത്രയില്ല, അവർക്ക് ഇത് ആകാൻ കഴിയില്ല. പിന്നെ അവർ പറഞ്ഞു, ഇത് ബനു ഹവാസിനായിരിക്കും. പിന്നെ അവർ പറഞ്ഞു അവർക്ക് ഇത് ആകാൻ കഴിയില്ല. ഇങ്ങനെ അവർ ഊഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ കുതിരകളുടെ ചിനക്കലും ഒട്ടകങ്ങളുടെ ശബ്ദവും കേട്ടു. ഇതെല്ലാം അവരെ വല്ലാതെ ഭയപ്പെടുത്തി. അവർ ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരന്മാർ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് കാവൽ നിന്നിരുന്നവർ അവരെ പിടികൂടി തിരുനബിയുടെ സന്നിധിയിൽ ഹാജരാക്കാൻ അവരെ കൊണ്ടുപോയി. ഒരു നിവേദനം അനുസരിച്ച് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപാടിലൂടെ കശ്ഫിലൂടെ അബൂ സുഫിയാൻ അടുത്തെത്തിയിരിക്കുന്നതിനെ കുറിച്ച് വിവരം നൽകുകയുണ്ടായി. അങ്ങനെ ഹദ്റത്ത് അബൂ ലൈല പറയുന്നു, ഞങ്ങൾ തിരുനബിയോടൊപ്പം മറു സഹ്റാനിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സുഫിയാൻ മക്കയുടെ അടുത്തുള്ള ഒരു താഴ്വരയായ അറാഖിൽ ഉണ്ട്, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരിക. ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ പിടികൂടി. ഇബ്നു ഉഖബ രേഖപ്പെടുത്തിയിരിക്കുന്നു, അബൂ സുഫിയാനും ഹക്കീമിന് ഹിസാമും ബുദൈൽ ബിൻ വർക്കയ്ക്കും വിവരം ലഭിക്കുന്നതിന് മുമ്പേ തിരുനബിയുടെ ചാരന്മാരായി അയച്ച സഹാബികളുടെ സംഘം അവരെ പിടികൂടുകയുണ്ടായി. അവർ അവരുടെ ഒട്ടകങ്ങളുടെ കടിഞ്ഞാണുകൾ പിടിച്ചു. അബൂ സുഫിയാൻ തുടങ്ങിയവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ റസൂലും അവിടുത്തെ സഹാബാക്കളുമാണ്. അബൂ സുഫിയാൻ പറഞ്ഞു, ഇത്രയും വലിയൊരു സൈന്യം ഒരു ജനതയുടെ മധ്യത്തിൽ ഇറങ്ങിയിട്ടും അവർക്കൊരു വിവരം ലഭിക്കാത്തത് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒരു വിവരവുമില്ലാതെ ഇത്രയും വലിയ സൈന്യം എങ്ങനെ വന്നു? മറ്റൊരു നിവേദനത്തിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറു സഹ്റാനിൽ എത്തിയപ്പോൾ ഹദ്റത്ത് അബ്ബാസിന്റെ ഹൃദയത്തിൽ മക്കക്കാരോട് ദയ തോന്നി. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഫേദ് ഷഹബാൻ എന്ന ഗോവർ കഴുതയിൽ കയറി അറാഖ് എന്ന സ്ഥലത്തേക്ക് വന്നു. ഒരുപക്ഷെ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ച് മക്കക്കാർക്ക് വിവരം നൽകി അവരോട് ശക്തി ഉപയോഗിച്ച് മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വന്ന് അവിടത്തോട് സമാധാനത്തിന് അപേക്ഷിക്കാൻ പറയാൻ കിട്ടിയെങ്കിലോ എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. അദ്ദേഹം ഇത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അബൂ സുഫിയാൻ, ഹക്കീം ബിൻ ഹിസാം, ബുദൈൽ ബിൻ വർക്ക എന്നിവരുടെ ശബ്ദം കേട്ടു. അബൂ സുഫിയാൻ പറയുന്നുണ്ടായിരുന്നു, ഇതുവരെ ഞാൻ ഇങ്ങനെയൊരു തീയും സൈന്യവും കണ്ടിട്ടില്ല. ബുദൈൽ പറയുന്നുണ്ടായിരുന്നു,
അള്ളാഹുവാണ് സത്യം, ഇത് ഖുസാ ആളുകളുടെ തീയാണ്. യുദ്ധത്തിനുള്ള ആഗ്രഹം അവരുടെ വികാരങ്ങളെ ആളിക്കത്തിച്ചിരിക്കുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഖുസാ ആളുകൾ ദുർബലരും എണ്ണത്തിൽ കുറഞ്ഞവരുമാണ്. ഇത് അവരുടെ തീയും സൈന്യവും ആകാൻ സാധ്യതയില്ല. ഹദരത്ത് അബ്ബാസ് അവരുടെ ശബ്ദം കേൾക്കുകയും അവരെ തിരിച്ചറിയുകയും ചെയ്തു. അബൂ സുഫിയാനും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ഹദരത്ത് അബ്ബാസ് അബൂ സുഫിയാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന് 2 കൂട്ടുകാർ തിരിച്ചുപോയി. ഒറ്റക്ക് അബൂ സുഫിയാനെയാണ് കൊണ്ടുപോയത്, മറ്റു കൂട്ടുകാരെ വിട്ടു. ഒരു നിവേദനത്തിൽ പറയുന്നത് ഹദരത്ത് അബ്ബാസ് അവരെയും നബി സല്ലല്ലാഹു അടുത്തേക്ക് കൊണ്ടുപോയി എന്നാണ്. 2 തരം റിപ്പോർട്ടുകൾ, നിവേദനങ്ങളുണ്ട്. ഹദരത്ത് മുസ്ലിം മോദി ഇപ്രകാരമാണ് ഇതിനെ വിവരിച്ചത്. ഇസ്ലാമിക സൈന്യം മക്കയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ പരന്ന നിശബ്ദത കാരണം മക്കക്കാർ കൂടുതൽ ഭയചകിതരായിക്കൊണ്ടിരുന്നു. അവസാനം അവർ കൂടിയാലോചിച്ച് അബൂ സുഫിയാനെ മക്കക്ക് പുറത്തുപോയി മുസ്ലിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടെത്താൻ പ്രേരിപ്പിച്ചു. മക്കയിൽ നിന്നും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ രാത്രിയിൽ ആ കാട് മുഴുവൻ തീവ്രമായി പ്രകാശിക്കുന്നതായി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കൂടാരങ്ങളുടെയും മുന്നിൽ തീ കത്തിക്കാൻ ഉത്തരവിട്ടിരുന്നു. കാട്ടിൽ 10,000 ആളുകൾക്കായി കൂടാരങ്ങൾക്ക് മുന്നിൽ ആളിക്കത്തുന്ന തീ ഒരു ഭയാനകമായ കാഴ്ചയാണ് കാഴ്ചവെച്ചിരുന്നത്. അബൂ സുഫിയാൻ ഒരു വലിയ ഭയാനകമായ കാഴ്ചയായിരുന്നു അത്. അബൂ സുഫിയാൻ തൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, ഇതെന്താണ്? ആകാശത്ത് നിന്ന് വല്ല സൈന്യം ഇറങ്ങിയിട്ടുണ്ടോ? കാരണം അറബികളിൽ ഒരു ഗോത്രത്തിനും ഇത്രയും വലിയ സൈന്യമില്ല. തൻ്റെ കൂട്ടുകാർ പല ഗോത്രങ്ങളുടെയും പേരുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല, അറബി ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിനും ഇത്രയും വലിയ സൈന്യം എവിടെ ഉണ്ടാക്കാനാണ്. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ടു, അബൂ ഹൻസല. ഇത് അബൂ സുഫിയാന്റെ ഓമനപ്പേരായിരുന്നു. അബൂ സുഫിയാൻ ചോദിച്ചു, അബ്ബാസ്, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം മറുപടി നൽകി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം മുന്നിലുണ്ട്. നിങ്ങൾ വേഗത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തോൽവിയും അപമാനവും നിങ്ങൾക്ക് തീർച്ചയാണ്. അതായത് സന്ധിയിലേക്ക് വരണമെന്നാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ട്, വളരെ വിശദമായ വിവരണങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത തവണ ഞാൻ അത് വിവരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രാർത്ഥനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അള്ളാഹു ലോകത്തെ കുഴപ്പങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. നിലവിലുള്ള ഈ അവസ്ഥയെ, ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെ അള്ളാഹു നല്ലതിലേക്ക് കൊണ്ടുപോകട്ടെ. അത് കൂടുതൽ നാശത്തിലേക്ക് പോകാതിരിക്കട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.